പേരൻസുമായിട്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ കേൾക്കുന്നൊരു കാര്യം, അവൻ്റെ പഠിത്തം ശരിയാകുന്നില്ല, കഴിഞ്ഞ വർഷം വരെയൊക്കെ നല്ലതായിട്ട് പഠിക്കുമായിരുന്നു, ഇപ്പോൾ അവൻ ഭയങ്കര ഉഴപ്പാണ്, കൂടുതൽ സ്ക്രീൻ ടൈമാണ്, ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും പേരൻസ് സംസാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഞാൻ പേരൻസിനോട് തിരിച്ചു ചോദിക്കുന്നത് അവൻ്റെ ഭക്ഷണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ മോളുടെ ഭക്ഷണം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ വാരി വലിച്ച് കുട്ടികൾ കഴിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്. ഒരു ടീനേജിലൊക്കെ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ വളരെ നല്ല പോഷകസമൃദ്ധമായ ആഹാരം വേണം. ഇതിനെക്കുറിച്ചൊന്നും പേരൻസ് ഒട്ടും തന്നെ അന്വേഷിക്കുന്നില്ല. അവർ ശരിയായ രീതിയിൽ ഉറങ്ങുന്നുണ്ടോ, അതിലൊന്നും പലപ്പോഴും പേരൻസിന് ഉത്തരവില്ല. അവർക്ക് വ്യായാമമുണ്ടോ, ആ കാര്യത്തിലൊന്നും അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല. അതുപോലെ തന്നെ അവർക്ക് നല്ല സുഹൃത്തുക്കളുണ്ടോ, ഈ കാര്യത്തിലും അവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നല്ല ആരോഗ്യപരമായി കുട്ടികൾ വളർന്നു വരണമെങ്കിൽ ഈ 4 കാര്യങ്ങളെങ്കിലും പേരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ 24 മണിക്കൂറും പഠിത്തവും കോച്ചിങ്ങും ട്യൂഷനും മാത്രമായിട്ട് കുട്ടികളെ മൈക്രോ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ കുട്ടികൾ തൽക്കാലത്തേക്കൊക്കെ ഒന്ന് ഒരു നല്ല മെറിറ്റൊക്കെ കാണിക്കുമെങ്കിലും പിന്നീട് ഈ കുട്ടികൾ ജീവിതത്തിൽ തളർന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പേരൻസിന് നല്ല ഗൈഡൻസ് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഗൈഡഡ് പേരൻസിൻ്റെ ഒരു പ്രത്യേകത, അവർ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും, കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും, കൂടുതൽ അവെയർ ആയിരിക്കും. അതുപോലെ തന്നെ അവർ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, കുറച്ചുകൂടെ പ്രോ ആക്റ്റീവായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും. ഇതിനൊക്കെയുള്ള അവസരങ്ങളും സാധ്യതകളുമാണ് ഇവിടെ കൂടി വരേണ്ടത്.